എല്ലാവർക്കും ശ്രീമാസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെ എല്ലാം ചിട്ടയായ രീതിയിൽ പഠിക്കണം. അത് നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം. കമ്പനി ബോർഡ് LGSന് 7th ക്ലാസ് പാസ്സാണ് ചോദിക്കുന്നതെങ്കിലും ഡിഗ്രി PG സ്റ്റുഡൻസ് എല്ലാവരും മത്സരിക്കുന്ന ഒരു മത്സര പരീക്ഷയാണ്. അതിൽ ചിട്ടയായുള്ള പഠനം, ധാരാളം വേക്കൻസികൾ വരുന്ന ഒരു പരീക്ഷയാണത്. കൃത്യനിഷ്ഠയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ടോപ്പിലെത്താൻ കഴിയും. ശ്രീമാത്സ് ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 1800ഓളം വീഡിയോസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസ് എല്ലാം ഉൾപ്പെടെ 1800-ൽ പരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പും വിശദമായിട്ട്. കുറേ ട്രിക്കുകളും. ഞാൻ എടുക്കുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റിയിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ദിവസം കുറഞ്ഞത് 3 മണിക്കൂർ വീതം കൃത്യമായ പഠനത്തിന് മാറ്റിവെച്ചാൽ ഈ നവംബർ, ഡിസംബർ, ജനുവരി ഈ മാസങ്ങളിൽ ഇലക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ 3 മാസങ്ങളിൽ എക്സാം നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് കൃത്യമായി പഠിച്ചാൽ, ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുക. കൃത്യമായി പഠിച്ചാൽ ഇതിൽ വീഡിയോസിൽ ഞാൻ ധാരാളം ട്രിക്കുകൾ, സ്ക്വയർ കാണാനുള്ളത്, സ്ക്വയർ റൂട്ട് കാണാനുള്ളത്, ഡെസിമൽസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കുറേ ശരാശരി, ഭിന്നസംഖ്യകളുടെ മാത്രം ടോപ്പിക് എടുത്തിട്ടുണ്ട്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഒറ്റയാനെ കണ്ടെത്തുക, കോഡിംഗ് ക്വസ്റ്റ്യൻസ്, പിന്നെ വിവിധ സംഖ്യകളുടെ ബോട്ട് മാസ് നിയമം വെച്ചുള്ള കണക്കുകൾ, എങ്ങനെ എത്ര ഈസി ആയിട്ട്, അതായത് ട്രിക്കുകൾ, നമുക്ക് കുറേ ട്രിക്കുകൾ പ്രയോഗിച്ചാൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും 90-ൽ കൂടുതൽ മാർക്ക്. ദിവസം ഒരു ചിട്ടയായിട്ടൊരു 3 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 90-95% കൂടുതൽ മാർക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ടോപ്പിക്കിൽ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ സാധിക്കും. അതല്ല, എല്ലാ വീഡിയോസും ചിട്ടയോടുകൂടി കാണുന്നവരാണെങ്കിൽ അവർക്ക് നെഗറ്റീവ് ചിന്തകൾ ആദ്യം മാറ്റി വെക്കുക. സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അയ്യോ എനിക്ക് കിട്ടുമോ, എങ്ങനെ, എനിക്ക് പഠിച്ചാൽ ഇതല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ. നിങ്ങൾ ചിട്ടയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്താൽ വിജയം സുനിശ്ചിതമാണ്. അതിന് യാതൊരു സംശയവുമില്ല. വേണ്ട, കമൻറ്റ് ബോക്സിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് ധാരാളം ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇതുമായിട്ട് സംബന്ധിച്ച ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടെസ്റ്റിന് പഠിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ടെസ്റ്റിനും പ്രയോജനപ്രദമാകും. ഇതിൻ്റെ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ഭിന്നസംഖ്യകളുടെ തന്നെ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും, പിന്നെ ആവറേജ്, ശരാശരി, പിന്നെ ഏജ് പ്രോബ്ലംസ് തന്നെ കുറേ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ വർക്ക് ആൻഡ് ടൈം, 15 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു ജോലി B 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക, അല്ലെ Aയും Bയും കൂടി ഒരുമിച്ച് എത്ര ദിവസം എടുക്കും, അല്ലെ A ഒറ്റയ്ക്ക് എത്ര ദിവസം, അതിനൊക്കെ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉണ്ട്, ഷോർട്ട് കട്ട്. അപ്പം അത് ഒക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങളൊക്കെ ഓപ്ഷൻ നോക്കി ചെയ്യാം. ഇത് വേറെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളത് തന്നെ നമുക്ക് വളരെ ചുരുങ്ങി, അങ്ങനെയുള്ള ട്രിക്കുകൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അടക്കം 1800-ൽ പരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്നും ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ തുടരുന്നതാണ്. ഇത് കൃത്യമായി ചിട്ടയായിട്ട് 3 മണിക്കൂർ വെച്ചെടുത്ത് 5 ദിവസം തുടർച്ചയായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം റിവിഷൻ ചെയ്യുക. 5 ദിവസം പഠിച്ച ടോപ്പിക്ക് റിവിഷൻ ചെയ്യുക. പിന്നെ അതിനുശേഷം വീണ്ടും 5 ദിവസം തുടർച്ചയായിട്ട് പഠിക്കും. 3 മണിക്കൂർ, മിനിമം 3 മണിക്കൂർ എടുത്ത് പഠിക്കണം. എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഇക്കണോമിക്കൽ ഇൻഡിപെൻഡൻസ് വേണം. ഇക്കണോമിക്കലായിട്ട് എല്ലാവരും ഫ്രീ ആകണം. മത്സര ബുദ്ധിയോടുകൂടി തന്നെ പഠിക്കണം. ഞാൻ ഇത് നേടിയെടുത്ത ഞാൻ PSC വഴി ഗവൺമെന്റ് സർവീസിൽ വന്ന ഒരാളാണ്. ഇപ്പോൾ റിട്ടയറായി. ഇപ്പോഴും ധാരാളം കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ശ്രീമാത്സിന്റെ
വീഡിയോസ് ശ്രദ്ധിച്ച് കൃത്യനിഷ്ഠയോടുകൂടി പഠിച്ചാൽ എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ആർട്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ടോപ്പിക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വരാൻ സാധ്യതയുള്ള എല്ലാ പോർഷൻസും ടച്ച് ചെയ്തുകൊണ്ട് ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് അതിന് തക്കതായ മറുപടികൾ നൽകുന്നതാണ്. എൻ്റെ സ്റ്റുഡൻസ് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് ഇത് സംബന്ധിച്ച വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസ് വേക്കൻസികളാണ് ഈ 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. ധാരാളം വേക്കൻസികളും എക്സാമുകളുമാണ്. അതുകൊണ്ട് പിന്നോട്ട് പോകരുത്, ധൈര്യമായിട്ട് മുന്നേറുക. എന്ത് സംശയം ചോദിച്ചാലും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇനിയും ധാരാളം ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനിയും നിങ്ങളെ എക്സാമിന് സഹായിക്കാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടി ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റിവെച്ചിട്ട് അതെനിക്ക് കിട്ടുമോ, എത്ര കഷ്ടപ്പെടണം, അങ്ങനെയല്ല. ഈ പറഞ്ഞ രീതിയിൽ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ പഠിച്ചാൽ ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വളരെ കഠിനമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇട്ട വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ധാരാളം ടീച്ചേഴ്സ് നല്ല നല്ല ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതെല്ലാം കാണാവുന്നതാണ്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ട് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വിവിധ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഒന്നിന് മാത്രമല്ല. അതിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അത് അടുത്തതിന് ഉപകരിക്കും. അത് നഷ്ടപ്പെടുന്നില്ല. വിദ്യ അക്വയർ ചെയ്യുന്ന ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക. LCM, HCF 2 സംഖ്യകൾ തന്നിട്ട് അവയുടെ HCF LCM തന്നു കഴിഞ്ഞാൽ അതിലൊരു സംഖ്യ തന്നാൽ മറ്റേ സംഖ്യ കാണുക. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധവും അനുപാതവും, അങ്ങനെ ഒരുപാട് എല്ലാ ടോപ്പിക്കുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക്ക് തന്നെ. പിന്നെ ക്ലോക്ക് ആൻഡ് ടൈം, ക്ലോക്കിൻ്റെതും ട്രെയിൻ ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകളുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ലെങ്തി ആയിട്ട് അങ്ങനെ കുറേ മെത്തേഡൊക്കെ വെച്ച് ലെങ്തി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടൈം വേണം. അങ്ങനെയല്ല, നമുക്കിത് കാണുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും എങ്ങനെയാണെന്ന്. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ചിലപ്പോൾ നമ്പറൊക്കെ മാറിയിട്ടുണ്ടാകും. ചോദിക്കുന്ന മെത്തേഡ് സമാനമായിട്ടുള്ളതാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് വീഡിയോസ് എല്ലാം ശ്രദ്ധിച്ച് കാണുക, അത് ചെയ്ത് പഠിക്കുക. അതിൻ്റെ ഷോർട്ട് കട്ട് ട്രിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ഉണ്ട്. ഫോർമുലാസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 2-3 പാർട്ടായിട്ട് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, തുടർന്നും ഇടുന്നതാണ്. അതുപോലെ ചില ഷോർട്ട് കട്ടുകളുണ്ട്, പെട്ടെന്ന് നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി പഠിച്ചാൽ വിജയം ഉറപ്പാണ്. അങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടി പഠിച്ചാൽ 2026 വർഷത്തിൽ ധാരാളം കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുന്നുണ്ട്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം, ഡിഗ്രി ലെവൽ എക്സാംസ്, LGS ലാസ്റ്റ് ഗ്രേഡ് 7s, അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, KSEB, KSFE, അങ്ങനെ ധാരാളം എക്സാമുകൾ 2026 പ്രതീക്ഷിക്കാം. കൃത്യനിഷ്ഠയോടുകൂടി നല്ലൊരു കോൺഫിഡൻസോടുകൂടി, നല്ല സെൽഫ് കോൺഫിഡൻസ് വേണം. ആദ്യം നമ്മളെ തന്നെ വിശ്വസിക്കുക. ഞാൻ കഷ്ടപ്പെട്ടാൽ കിട്ടും. ധാരാളം ഈ ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സുകൾ, ഈ ശ്രീമാസിന് ധാരാളം ഫ്രീ മാത്സ് കോച്ചിങ് എടുക്കുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ്സസ് ആണ്. ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നും ഈ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ടോപ്പിക്സ് ആണ് ഞാൻ എടുക്കുന്നത്. കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക. ആദ്യം നമ്മുടെ മൈൻഡിനെ സെറ്റപ്പ് ആക്കുക. നല്ല പോസിറ്റീവ് അഫർമേഷൻ കേട്ടിട്ടില്ലേ? പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇതുവരെ നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ പഠിച്ച് വിവിധ വീഡിയോകളൊക്കെ ചെയ്ത് അതിനകത്ത് കുറെ ട്രിക്കുകളുണ്ട്. പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ, സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ വേണ്ടി. ചിലത് ഓപ്ഷനിൽ നിന്ന് ചെയ്താൽ മതി. അതിങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. ഈ വീഡിയോ
വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടർന്നും ഞാൻ വേണ്ട നിർദ്ദേശങ്ങളും എക്സാം നോട്ടിഫിക്കേഷൻസും PSC യോഗ തീരുമാനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലോങ് വീഡിയോസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീനിവാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തുടർന്നും ചെയ്യുന്നതാണ്. കമ്പനി ബോർഡ് എക്സാം, SSCERT, ടീച്ചേഴ്സ് എക്സാം, LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതൊക്കെ 2026 നടക്കാൻ പോകുന്ന പരീക്ഷകളാണ്. KSFE, KSEB പോലുള്ള ബോർഡുകളുടെ അധീനതയിൽ വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസ്, ധാരാളം പരീക്ഷകളാണ് 2026 നിങ്ങളുടെ മുൻപിലുള്ളത്. കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക. ഒരു ദിവസം ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും എടുത്തിട്ട് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇക്കണോമിക്കലായിട്ട് നല്ല ഫ്രീഡം ഉണ്ടാകും. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.